നാട്ടിൻപുറത്ത് ഒരു പ്രയോഗമുണ്ട്, കുഞ്ഞമ്മൂപ്പന് തല്ലുണ്ട മാതിരിയെന്ന്. അതായത് ഈ കാളപൂട്ട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടും. അവിടെ പലപ്പോഴും അടി നടക്കാറുണ്ട്. അടിയെന്ന് വെച്ചാൽ ചെറിയ അടിയൊന്നുമല്ല, നല്ല അടി ഉണ്ടാവും അവിടെ. ഒരു ദിവസം നമ്മളെ കുഞ്ഞമ്മൂപ്പൻ ഇങ്ങനെ കാളപൂട്ട് കാണാൻ വന്ന കുഞ്ഞമ്മൂപ്പന് ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ആളെ ഇങ്ങനെ കണ്ടാൽ മൂപ്പർക്കൊരു തോന്നലാ, ഞാൻ തന്നെ അവിടെ വലിയവന്, ഞാൻ പറഞ്ഞ ഇവരൊക്കെ കേൾക്കണം, എൻ്റെ കീഴിലാണ് ഇവർ എന്നൊക്കെ ഒരു തോന്നൽ കുഞ്ഞമ്മൂപ്പനുണ്ട്. അങ്ങനെ കാളവോട്ട് കണ്ടത്തിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് അടി അങ്ങോട്ട് കിട്ടി. അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടിയാണ് കിട്ടിയത്. കണ്ണും മൂറും ഒക്കെ കണ്ട് വീർത്ത് കയ്യും കാലും ഒക്കെ പൊട്ടി ഒടിഞ്ഞിട്ട് നമ്മളെ കിലുക്കൻ സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ വരുമ്പോലെ കുഞ്ഞമ്മൂപ്പര് ഇങ്ങനെ കാളവോട്ട് കഴിഞ്ഞ് വരിക. അപ്പം ആരോ ചോദിച്ച്, അല്ല കുഞ്ഞമ്മൂപ്പരെ നല്ലോ കൊണ്ടു പറഞ്ഞേക്കണ്. ഏയ് എന്ത്, അല്ല അടി കിട്ടിയെന്ന് പറഞ്ഞേക്കണ്. എന്നെ ആരടിക്കണ്? നിങ്ങൾക്കല്ല ആ കാളവട്ടത്തിൻ്റെ ആ മുരളിറക്കണ ഭാഗത്തുനിന്ന് ഒരു അടി കിട്ടി പറഞ്ഞിട്ട് അത് ഒരടിയല്ലേ? അപ്പം നിങ്ങൾ ആ തോട്ടണ്ടത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് ആ വരമ്പത്തുനിന്ന് നല്ലോ കിട്ടി നേക്കണ്, അതും ഒരടിയല്ലേ? നിങ്ങൾ ആ മുരള കെട്ടുന്ന പുളിന് മരത്തിൻ്റെ ഓട്ടുനിന്ന് നല്ലോ കിട്ടി തന്നിട്ടാണ്, അത് ഒരടിയല്ലേ? പിന്നെ നിങ്ങൾ ആ ചായപ്പീടിയിൽ നിന്നും ആ മുന്നിന്നും അതിൻ്റെ ബാക്കിൽ ഒക്കെ കിട്ടും, അത് ആ മുന്നിന്ന് ഒരടിയും അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരടിയും, ആ ഒരടിയല്ലേ? ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞമ്മൂപ്പർക്ക് ഒരടിയേ കിട്ടിയുള്ളൂ. അതായത് ഒരു സ്ഥലത്തുനിന്ന് ഒരടി, അപ്പുറത്തുനിന്ന് ഒരടി, പിന്നെ ഒരടി, ഇങ്ങനെ ഓരോ അടികളാണ് കിട്ടിക്കൊണ്ടുന്നത്. അടി മൊത്തം കുഞ്ഞമ്മൂപ്പർ കണക്കൂട്ടൂല. ഇതാണ് കുഞ്ഞമ്മൂപ്പരുടെ ഒരു സംഗതി. ഇത് പറഞ്ഞെന്താ വെച്ചാൽ, ഇപ്പം CPM തോറ്റല്ലോ തെരഞ്ഞെടുപ്പിൽ. CPM അല്ല തോറ്റത്, LDF ആണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. അതല്ല, CPM തന്നെയാണ് തോറ്റത്. ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു കോലുണ്ട്. അങ്ങനല്ല അത് പറയേണ്ടത്, തൽക്കാലം അങ്ങനെ പറയാം. ആ CPM തന്നെയാണ് തോറ്റത്. അമ്പൈക്ക് LDF മൊത്തം അങ്ങോട്ട് തോറ്റുപോയതാണ്. അപ്പം ഇത് എന്തുകൊണ്ട് തോറ്റ് എന്നുള്ള ചില പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ പഠിച്ചാലും യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇവർ തുറന്നു പറയില്ല. മൂക്ക് മുന്നോട്ടായ മലയാളിക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് CPM തോറ്റെന്നുള്ളത്. CPM-നും ഒരു പരിധിവരെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. കുഞ്ഞമ്മൂപ്പർ നല്ലിട്ടിയ മാതിരി തല്ലാട്ട് കൊള്ളുമ്പോൾ വേദന ആവുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. അതുപോലെ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അതങ്ങോട്ട് പറയൂല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റത്, അത് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. വർഗീയത പറഞ്ഞുകൊണ്ടല്ലേ? ഞങ്ങൾ വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളങ്ങനെ ഒരു കാലത്തും വർഗീയത പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാഷാല സ്റ്റിക്കർ ഒട്ടിച്ചതോ, നിങ്ങൾ കാഫിന് സ്ക്രീൻഷോട്ട് ഒട്ടിച്ചതോ, നിങ്ങൾ പിന്നെ UDF ഭരണത്തിൽ വന്നാൽ മാറാട് കലാപം ഉണ്ടാവുമെന്ന് പറഞ്ഞതോ, മലപ്പുറത്ത് ഹിന്ദുവിന് പിന്നെ ശ്വാസം കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നിങ്ങൾ തോളിലെത്തി കൊണ്ടുവരുന്നോ, കാറിൽ കയറ്റി കൊണ്ടുപോയതോ, തുപ്പൽ ജിഹാദ്, ലവ് ജിഹാദ്, പിന്നെ വേറെന്താ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ നിങ്ങൾ ഉന്നതങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതോ, ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ഓരോന്നും ഇങ്ങനെ ചോദിക്കും. അത് ഞങ്ങൾ ലീഗിന് പറഞ്ഞതല്ലേ? അത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന് പറഞ്ഞതല്ലേ? അത് ഞങ്ങൾ SDPI പറഞ്ഞതല്ലേ? അത് ഞങ്ങൾ മുസ്ലിം തീവ്രവാദികൾ പറഞ്ഞതല്ലേ? അത് ഞങ്ങൾ PDP-ന് പറഞ്ഞതല്ലേ? ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. കണക്ക് കൂട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ AP ഉസ്താദ് മുതൽ EK സമസ്ത ജഫ്രി തങ്ങൾ മുതൽ ഇങ്ങനെ പോന്നിട്ട് മുസ്ലിം സംഘടനകൾ ഓരോന്നിനും തരാതരം പോലെ ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മൊത്തം മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് തന്നെയാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല യാഥാർത്ഥ്യം. കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയതയും മതവിദ്വേഷവും ഒന്നും ഇല്ല. അതുണ്ടാക്കാൻ നോക്കിയാൽ നടക്കൂല, അതിന് സമ്മതിക്കൂല എന്ന് മലയാളിക്കറിയാം. അങ്ങനെ മലയാളിക്കുള്ള ആ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് CPM ഇവിടെ അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. അത് CPM സമ്മതിക്കില്ല. കുഞ്ഞുമൂപ്പര് തല്ലുകൊണ്ട മാതിരി അതൊന്നല്ലേ, അത് അവിടെ അല്ലേ, ഇത് ഇവിടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കാലം കഴിഞ്ഞു പോവുകയുള്ളൂ.